ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ബീരാനിക്ക് അടുത്ത കുഴിയിലേക്ക് വീഴ്ത്തിയിട്ട് ശ്രുതിമോൾ നേരെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. അപ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. ശ്രുതി വന്നപ്പോൾ ശ്രുതി ഭയങ്കര ആലോചന, ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടക്കുക കേട്ടോ. ശ്രുതി നേരെ അടുത്തേക്ക് ചെന്നിട്ട് ശ്രുതി എന്നും പറഞ്ഞു വിളിച്ചു. നീ എന്തെങ്കിലും ആലോചിച്ച് കൂട്ടണേന്ന് ചോദിക്കുമ്പം അത് പിന്നെ ഒന്നുമില്ല, ഒരു ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാൻ എറണാകുളത്തു നിന്ന് വിളിച്ചായിരുന്നേ, പോകണോ വേണ്ടോ എന്ന് ആലോചിക്കായിരുന്നു എന്ന് പറയുമ്പം അതിനെന്തിനാ ഇത്ര ആലോചിക്കാനിരിക്കുന്നത്, നല്ല പേയ്മെൻറ്റ് എവിടെ നിന്ന് കിട്ടും, ആ വർക്ക് എടുക്കണം എന്ന് ശ്രുതി പറയാം. അത് പിന്നെ ഡേറ്റ് ക്ലാഷ് ആകും, അതേ ഡേറ്റിനെ ഞാൻ ഇവിടെ ഒരു കല്യാണത്തിന് മേക്കപ്പ് ചെയ്യാമെന്ന് ഏറ്റിരുന്നു എന്ന് ശ്രുതി. കൂടുതൽ പേയ്മെൻറ്റ് എവിടെ നിന്നാണോ കിട്ടുന്നത്, ആ വർക്ക് എടുക്കണമെന്ന കാര്യം പറയുവാണ് ശ്രുതിയെ. അധികം ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല, ആ വർക്ക് തന്നെ അങ്ങ് എടുക്കുക. അപ്പോൾ എന്നാൽ പിന്നെ അത് അങ്ങനെ തന്നെ ചെയ്യാല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു ശ്രുതി കോൾ അറ്റൻഡ് ചെയ്യുവാണ്. ഒരു മിനിറ്റ് ഇപ്പോൾ വരാമെന്നും പറഞ്ഞു. ഹലോ രാമൂർത്തി സാർ പറഞ്ഞോളൂ എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോയി. ശ്രുതി അന്നേരവും ഇങ്ങനെ ആലോചിക്കുക, എന്ത് ചെയ്യും എങ്ങനെയെന്നുള്ളൊരിത് പറഞ്ഞു വെച്ചെങ്കിലും പുള്ളിക്കാരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഇതുവരെ പുറത്ത് വന്നിട്ടില്ലല്ലോ. അങ്ങനെ കുറേ നേരമായി ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടപ്പാ. ഈ സമയത്ത് സമയമായല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നു. പോലീസുകാർ വന്നപ്പോഴത്തേക്കും അച്ഛൻ ചെന്ന് വാതിൽ തുറക്കുന്നു. അപ്പോൾ ശ്രുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ശ്രുതിയാണെങ്കിൽ ഭയങ്കര പ്രതീക്ഷയോടെ നിൽക്കുക. അപ്പോൾ എന്താ സാർ എന്നും ചോദിച്ചിങ്ങനെ അച്ഛൻ ചെന്ന് ഡോറ് തുറന്നു അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുക. അപ്പോൾ നിങ്ങൾ പാസ്പോർട്ടിന് അപേക്ഷിച്ചായിരുന്നല്ലോ, അതിൻ്റെ വെരിഫിക്കേഷൻ വന്നാണെന്ന് പറഞ്ഞു. സാർ അകത്തേക്ക് വരുമെന്ന് പറഞ്ഞു അദ്ദേഹത്തെ അകത്തേക്ക് വിളിച്ചു. അപ്പോഴത്തേക്ക് രേവതിയും അങ്ങോട്ടേക്ക് വന്നു. സച്ചിയുടെ ദേ വന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചിയെ കാണിച്ചു കൊടുക്കുക. അങ്ങനെ അദ്ദേഹം വന്ന് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ എന്തിനാ ഇപ്പോൾ പാസ്പോർട്ട് എടുക്കുന്നതെന്ന് ചോദിച്ചു കേട്ടോ. ഞങ്ങൾക്കൊന്ന് മലേഷ്യയിൽ പോകേണ്ട കാര്യം ഉണ്ടെന്നൊക്കെ അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുക. അപ്പോൾ അതേ ചന്ദ്രയെ അങ്ങോട്ടേക്ക് വന്നു. ശ്രുതി അന്നേരം ഭയങ്കര ഇതിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക. അപ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ശ്രുതിയും എന്തൊക്കെ ആലോചിച്ച് കൂട്ടിക്കൊണ്ട് ഇങ്ങനെ വരുക കേട്ടോ. രവീന്ദ്രൻ, ചന്ദ്രമതി, സച്ചിദാനന്ദൻ, രേവതി ഇവരുടെ ആധാർ കാർഡ് കാണണം എന്ന് പറഞ്ഞു. എടാ ID കാർഡ് എടുത്തുകൊണ്ട് വാഹനം പറഞ്ഞുകൊണ്ട് സച്ചിയും രേവതിയും പറഞ്ഞു വിട്ടു. നീ ആധാർ കാർഡ് എടുത്തുകൊണ്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് നേരെ ചന്ദ്രയും പറഞ്ഞു വിട്ടു. അവരതെല്ലാം എടുത്തുകൊണ്ട് വന്നു. ഇങ്ങനെ ഇവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ശ്രുതി, ഈശ്വരാ എൻ്റെ പൊന്നെയും മൊത്തം പൊളിയുമോ, എൻ്റെ ഈശ്വര ഇനി എന്നാ ചെയ്യും, എൻ്റെ ദൈവമേ ഇപ്പം തന്നെ അങ്ങനെ വരുകയും ചെയ്യുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ ആകെ നട്ടം തിരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ദൈവമേ ഇനിയിപ്പോൾ എന്നെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ബീരാനിക്ക് അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. ബീരാനിക്ക് അങ്ങോട്ടേക്ക് മാലയൊക്കെ ഇട്ട് ഭയങ്കര സൂട്ടും കോട്ടൊക്കെ ഇട്ട് അദ്ദേഹം അങ്ങനെ കടന്നു വരുന്നു. അപ്പോൾ പോലീസുകാരനകത്തിരിപ്പുണ്ട്. അനിയ, അപ്പോൾ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു, വണ്ടി തിരിച്ചിട്ടോ, ഞാൻ ഇപ്പോൾ വരാവേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വലിയ ഷോ ആയിട്ട് കയറി ചെല്ലുന്നു. അങ്ങനെ കയറി ചെല്ലുന്ന നമ്മുടെ ബീരാനിക്ക് ചെന്ന് കോളിംഗ് ബെൽ അടിക്കാനായിട്ട് ഇങ്ങനെ നോക്കുവാണ്. അതിലൊക്കെ നോക്കി, ശ്രുതിക്ക് വേണ്ടി അഭിനയിച്ചത് അല്ല സിനിമയിൽ വരുന്നെങ്കിൽ ഞാനിപ്പോൾ സൂപ്പർ സ്റ്റാർ ആയേനെ. എൻ്റെ ഇറച്ചിക്കടയുടെ ഒരു 19 ബ്രാഞ്ചെങ്കിലും തുടങ്ങിയിട്ടുണ്ടാകും. ഷോ എന്തൊരു പെണ്ണാ ഇത്, ഇതുവരെ അഭിനയം നോക്കാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ബീരാനിക്ക് കയറി ചെല്ലുന്നു. അപ്പോഴേക്കും പോലീസുകാരൻ ഇങ്ങോട്ട് ഇറങ്ങി വരിക. പോലീസുകാരൻ ഇറങ്ങി വന്ന സമയത്ത് അവരും കൂടെ ഇറങ്ങി വരുന്നു. അപ്പോൾ ബീരാനിക്ക് ഇങ്ങനെ നിൽക്കുകയല്ലേ, പോലീസിനെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ബീരാനിക്ക് ഞടുങ്ങി. അപ്പോൾ ഇങ്ങനെ നോക്കുക കേട്ടോ, സൂട്ടും കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഭയങ്കര ഇതിൽ ഇങ്ങനെ നിൽക്കുന്നു. ബീരാനിക്ക് ഒരു കള്ളത്തരം. ശ്രുതി പേടിച്ച് വരച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ദേ ചന്ദ്ര ആരാന്ന് നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ. അപ്പോൾ ഇതെന്താ പോലീസൊക്കെ ഇവിടെ നിൽക്കുന്നേ, ദൈവമേ ഇവിടെ വല്ല പ്രശ്നമൊക്കെ ഉണ്ടാക്കിയോ ഈശ്വര, ഇനി ഞാൻ കൊടുക്കുമോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബീരാനിക്ക് നിൽക്കണോ അതോ പോണോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് അദ്ദേഹം ഇങ്ങനെ നിൽക്കുക. ശ്രുതിയും ആകെ പെട്ട് നിൽക്കുക കേട്ടോ. സച്ചിയും രേവതിയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. അദ്ദേഹമാണ് ഇങ്ങനെ കള്ള ലക്ഷണമായിട്ട് പോലീസുകാരനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ടൊരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുന്നു. പേടിച്ചാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കയറി ചെന്നു. ആ സാറും അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുക. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ശൂശു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അത് പിന്നെ സാറേ ഞാൻ എന്ന് പറഞ്ഞ് നിൽക്കുമ്പം, സാറേ ഇതെൻ്റെ മരുമകളുടെ ഇളയച്ചനാ. അല്ല എന്താ ഇവിടെ തന്നെ നിന്ന് കയറി വരാൻ പറഞ്ഞ അന്നേരത്തേക്ക് അച്ഛൻ വിളിച്ചു. അപ്പോൾ ഈ സാറ്, അല്ല നിങ്ങൾ ഞാൻ എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ എന്നീ പോലീസുകാർ പറയുമ്പോൾ ശ്രുതിയുടെ ചെങ്കിൽ നിന്ന് ഇടിവെട്ടും പേമാരിയൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ സച്ചി അതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. സച്ചി എന്നിട്ട് ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ, രേവതിയും വളരെ ശ്രദ്ധയോടെ ഈ സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കും. അപ്പോൾ ബിരിയാണിക്കടെ കള്ളത്തരമൊക്കെ സച്ചിൻ രേവതി നോക്കുന്നുണ്ട്. അപ്പോൾ സാറേ ഇദ്ദേഹത്തെ കാണാൻ ഒരു സാധ്യതയില്ല, ഇദ്ദേഹം ഈ നാട്ടുകാരനേ അല്ലെന്നേ, അങ്ങ് മലേഷ്യക്കാരനാ, വലിയ ബിസിനസ്സുകാരനാണെന്നൊക്കെ ചന്ദ്ര പറയാം. അപ്പം വലിയ ബിസിനസ്സുകാരൻ എന്ന് അദ്ദേഹം പറഞ്ഞപ്പം
എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്നാ സാറ് വീണ്ടും വീണ്ടും പറയാട്ടോ. ശ്രുതിക്ക് മനസ്സിലായി തീർന്നു പെട്ടെന്ന്. അയ്യോ സാറേ, ഇളയച്ചൻ്റെ രൂപസാദൃശ്യമുള്ള വേറെ ആരെങ്കിലും ആയിരിക്കും സാറ് കണ്ടിട്ടുണ്ടാവുക എന്ന് ശ്രുതി പറഞ്ഞു. അത് ശരിയാന്നും പറഞ്ഞു ചന്ദ്ര. ശരി എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അദ്ദേഹം അങ്ങ് പോയി. വരൂ അകത്തേക്ക് വാ എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ വീരാനിക്ക് അകത്തേക്കൊക്കെ വിളിക്കുന്നു. ഭയങ്കര സ്നേഹം കാണിക്കല. അപ്പോൾ അവിടെ തന്നെ നിൽക്കുന്നത് എന്താ, വന്ന് ഇരിക്കുക ഇളയച്ചാ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരിത്. ആ സമയത്ത് ചന്ദ്ര പറഞ്ഞു, അതെന്താ വരുന്ന കാര്യം ഒരു നേരത്തെ മുന്നറിയിപ്പ് പോലും തരാത്ത, ശ്രുതി പോലും ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ എന്നെ അറിയിച്ചിരുന്നില്ല എന്ന് ശ്രുതി. അങ്കിൾ ഇവരൊക്കെ മലേഷ്യയിലേക്ക് വരാനിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പം അതെ, സ്ഥലങ്ങൾ കാണാൻ വേണ്ടി മാത്രമല്ല, പ്രധാനമായിട്ടും ശ്രുതിയുടെ അച്ഛനെ കാണാനായിട്ടായിരുന്നു. അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ ഒന്ന് കണ്ടില്ലെങ്കിൽ ഇത് മോശമല്ലേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. ആൻറ്റിയും അങ്കിളും ഒക്കെ മലേഷ്യയിലേക്ക് വരുന്നുണ്ട്, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്ന് ഞാൻ ഇളയച്ചനോട് വിളിച്ചു പറഞ്ഞിരുന്നു എന്ന കാര്യങ്ങൾ നമ്മുടെ ശ്രുതി അന്നേരം പറയാം. അത് കൊള്ളാം, മലേഷ്യക്ക് പോകണ്ടെന്ന് കരഞ്ഞു പറഞ്ഞവളല്ലേ നീ എന്ന് സച്ചി അന്നേരം ചോദിക്കുക. അല്ല അത് പിന്നെ നിങ്ങൾ പോകുമെന്ന് ഉറപ്പിച്ചപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു എന്ന് നമ്മുടെ ശ്രുതി പറയാം. കൊള്ളാം എന്ന് രേവതി അന്നേരം അവിടെ നിന്ന് സച്ചിയോട് പറയാം. വീരാനിക്കൊന്നും ഉണ്ടെങ്കിലും സൈഡിലേക്ക് നോക്കി നിൽക്കാം. അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ അടുത്തെങ്ങാനും ജയിലിൽ നിന്ന് ഇറങ്ങുമായിരിക്കും എന്നൊക്കെ രവിയേട്ടൻ ചോദിക്കും കേട്ടോ. ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുക കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ. എന്താ ഇപ്പം അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്ന് ചോദിക്കുമ്പോഴും വീരാനിക്കൊന്നും മിണ്ടുന്നില്ല. മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ വീരാനിക്ക നിന്ന് കരയാൻ തുടങ്ങി. അഭിനയം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ. ശ്രുതി എന്താ ഒന്നും പറയാത്ത എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ ബിരിയാണിക്ക് നിന്ന് കരയപ്പോൾ ഇളയച്ചന് മുഖം ശരിയല്ലല്ലോ, എന്തൊരു വിഷമം പോലെ, എന്ത് പറ്റി ഇളയച്ച ഒന്ന് പറ ഇളയച്ച എന്നൊക്കെ ശ്രുതി നേരാ മുമ്പൊക്കെ സന്തോഷിച്ച് ചിരിച്ചുകൊണ്ട് വന്നാൽ തന്നെ ഒരു ഓളമായിരുന്നു. ഇതിപ്പോൾ എന്താ പറ്റിയതെന്ന് ശ്രീകാന്തൻ ചോദിച്ചു. അതെ എന്താ പറ്റിയത് നിങ്ങൾക്കെന്ന് രവിയേട്ടനും ചോദിച്ചു. ഇളയച്ച എന്തു പറ്റി എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ രവിയേട്ടനെ കെട്ടിപ്പിടിച്ചൊരൊറ്റ കരച്ചിലായിരുന്നു വീരാനേക്ക. രവിയേട്ടാന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ചന്ദ്ര എന്നും പറഞ്ഞു രവിയേട്ടൻ ഒരു വിളി. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുക, എന്താ പറ്റിയ കാര്യം എന്താന്ന് പറ എന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ആടത്തെ ഉടായ്പായിട്ട് വന്നിരിക്കുകയാണെന്ന് രേവതി അന്നേരം പറയുന്നു നമ്മുടെ സച്ചിയോട്. അപ്പോൾ ഇളയച്ച എന്തിനാ കരയുന്നൊന്ന് പറയാൻ പറഞ്ഞു. ഇളയച്ച എന്താണെങ്കിലും പറ ഇളയച്ച എന്ന് പറഞ്ഞ് ശ്രുതിമോളും കരഞ്ഞുകൊണ്ട് ചെല്ലുന്നു. വിഷയം എന്താണെന്ന് പറയുക, എന്തിനെങ്ങനെ കരയുന്നു ചോദിച്ചോ. അപ്പം ഞാൻ എൻ്റെ വാഗുണ്ട് എങ്ങനെ അത് പറയുമെന്ന് ചോദിച്ചു. നിങ്ങൾ വാഗുകൊണ്ട് പറയുന്നെങ്കിൽ പറയണ്ട, എഴുത്ത് തന്നാൽ മതി, അത് നോക്കി ഞാൻ എൻ്റെ വായ കൊണ്ട് പറഞ്ഞോളാം വന്ന് സച്ചി. മിണ്ടാരിയുടെ അവിടെ നിന്ന് ചന്ദ്ര. ശ്രുതി മോളെ നീ ഒന്ന് ചോദിച്ചേ. അപ്പം ഇളയച്ച എന്താ ഇളയച്ചാന്ന് ശ്രുതി ചോദിക്കും. അങ്ങനെയൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല ഇളയച്ചൻ. അപ്പം എന്താ കാര്യം പറ പെട്ടെന്നൊന്ന് പറയാൻ പറഞ്ഞു. ദൈവം ഞങ്ങളോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞു ബീരാനിക്ക കരുതി. അപ്പം എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് നമ്മുടെ ശ്രുതി നിന്ന് അങ്ങനെ തകർത്ത് വാരി അഭിനയിച്ച്. അപ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട് എന്താന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ മോള് പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ കെട്ടിപ്പിടിക്കുക. മോള് പേടിക്കണം എന്ന് പറഞ്ഞോ, എൻ്റെ ചേർത്തൊന്ന് കൈയെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി. അപ്പോൾ നമ്മുടെ സച്ചിൻ എഴുതിയതെല്ലാം ശരിക്കും ശ്രദ്ധിക്കുകയാണ്. എന്താ ഇളയച്ച പറ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നോക്കുക, ഇളയച്ചൻ്റെ സങ്കടം നിങ്ങൾ കണ്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ശ്രുതി. എന്താ പറ്റിയെന്ന് പറ ഇളയച്ച എന്ന് ശ്രുതി. എന്താ? അപ്പം മോളെ നിന്റെ അച്ഛൻ്റെ ശത്രുക്കളെല്ലാവരും കൂടെ ചേർന്ന് പറ ജയിലിൽ വെച്ച് അദ്ദേഹത്തെ. അപ്പോഴത്തേക്കും എല്ലാവരും കണ്ണിങ്ങനെ മേഴിച്ച് വരിക. ഞാനത് എങ്ങനെ പറയുമെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ എന്താ പറ്റിയെന്ന് ചോദിച്ചോണ്ട് ശ്രുതി എങ്ങനെയൊക്കെയോ ബീരാനിക്കയുടെ കൈ അങ്ങ് വിടിയിച്ചു. എന്താ പറ്റിയ പറ അച്ഛനെ അവരെല്ലാവരും കൂടെ ചേർന്ന് കൊന്നു കളഞ്ഞു മോളേന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിൽ. ശ്രുതി പിടിച്ച ഒരൊറ്റ തള്ളായിരുന്നു ബീരാനിക്ക്. പറഞ്ഞു തീർന്നില്ല. ബീരാനിക്ക് അതേ കിടക്കുന്നു അവിടെ ബോധം കെട്ട്. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഇതാ. അപ്പോൾ എൻ്റെ ഏട്ടൻ പോയേന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലാട്ടോ. അപ്പോൾ എല്ലാവരും അയ്യോ എന്നും പറഞ്ഞു വായും പൊത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണേ. രേവതി സച്ചിക്ക് അന്തം വിട്ട് നോക്കാം. എണീക്ക് ഇളയച്ച, എന്താ പറഞ്ഞ് എൻ്റെ അച്ഛനെ കൊന്നെന്നോ, എന്താ പറഞ്ഞെന്ന് പറഞ്ഞ് ശ്രുതി ഭയങ്കര അഭിനയം. ഞാനത് വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞ ഇളയച്ചനെ പിടിച്ചു കുലുക്കുന്നു, ആട്ടുന്നു, ചവിട്ടുന്നു. ഞാനത് വിശ്വസിക്കില്ല, സത്യം പറയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇളയച്ചനെ പിടിച്ച തള്ളുമൊക്കെ ചെയ്യുക നമ്മുടെ ശ്രുതി. ഇളയച്ചൻ പോയി അവിടെ വീഴുന്നു, സ്റ്റെപ്പിൽ പോയി വീഴുന്നു. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര അയ്യോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇത് എന്നതാ ഇതെന്ന് പറഞ്ഞിട്ട് രേവതിയും സച്ചിയും കൂടെ ഇങ്ങനെ നിൽക്കാം. അപ്പോൾ സ്റ്റെയറിൽ പോയി വീണ് കിടക്കുന്ന നമ്മുടെ ഇളയച്ചൻ്റെ അടുത്തേക്ക് പിന്നെ അദ്ദേഹത്തെ കുലുക്കി ശ്രുതി ചെയ്യില്ല. എന്താ പറഞ്ഞേ, സത്യം പറ എൻ്റെ അച്ഛൻ എവിടെ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര അഭിനയം. ശ്രുതി എന്നും പറഞ്ഞ് ശ്രുതി സൈഡിൽ നിന്ന് വിളിക്കുക. സച്ചിയും രേവതി ഇത് കണ്ട് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കാം. എൻ്റെ അച്ഛന് ശരിക്കും എന്താ പറ്റിയ ഒന്ന് പറയാന്നും പറഞ്ഞായി ശ്രുതി. നിർത്ത് മോളെ, ഞാൻ എല്ലാം പറയാം മോളെ, ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുമോ, ഞാൻ എല്ലാം പറയാമെന്ന് പറഞ്ഞ് നമ്മുടെ
ബീരാനിക്ക അദ്ദേഹത്തെ പിന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പം മോളിങ് വാ എന്നും മോൾക്ക് അറിയാവോ എന്നും ചോദിച്ച് ചേർത്ത് പിടിക്കാം. ഏട്ടൻ്റെ ശത്രുക്കൾ ചതിച്ചത് കാരണമോ അദ്ദേഹത്തിന് ജയിലിൽ പോലും പോകേണ്ടി വന്നത്. 2 മാസം കഴിഞ്ഞാൽ ഏട്ടൻ പുറത്തിറങ്ങാനിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുറത്തിറങ്ങിൽ പകരം വീട്ടുമെന്ന് പേടിച്ച ശത്രുക്കൾ അദ്ദേഹത്തെ ഇല്ലാതാക്കി മോളേന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയെ കെട്ടിപ്പിടിക്കുക. ശ്രുതിയാണെങ്കിൽ ബീരാനിക്കയിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ വലിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിക്ക് ഒരു രക്ഷയില്ല. അപ്പോൾ അതേ ഞങ്ങൾക്ക് ആരും ഇല്ലാണ്ടാക്കി മോളേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര കരച്ചില്ല. ബീരാനിക്ക അയ്യോ അച്ഛൻ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നെഞ്ചത്ത് പിടിക്കുന്നു. സച്ചേട്ടി എന്നതാ ഇതൊക്കെ എന്ന് രേവതി ചോദിച്ചു. ആർക്കറിയാമെന്നും പറഞ്ഞിട്ട് സച്ചി അവിടെ നിൽക്കുക. അയ്യോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് കരയണു. അപ്പോഴത്തേക്കും ബീരാനിക്കയുടെ പിടിക്കാനായിട്ടുള്ള പരിശ്രമത്തിലാ ശ്രുതി. ആ സമയത്ത് എൻ്റെ ഏട്ടൻ നമ്മുടെ എല്ലാം വിട്ടുപോയി മോളേന്നും പറഞ്ഞു ഭയങ്കര കരച്ചില്ല. ഇളയച്ച എൻ്റെ അച്ഛൻ എന്തേ പറയുന്നത് എൻ്റെ ഇളയച്ചാന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഭയങ്കര ആ സമയം ഭയങ്കര കരച്ചിലും ഇതുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചന്ദ്ര. അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് തലക്കിട്ടൊക്കെ അടിച്ച. എനിക്കിത് കേട്ടിട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ജയിലിൽ വെച്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പം അല്ല അദ്ദേഹത്തിൻ്റെ എനിമീസ് ചെയ്തെന്നല്ലേ പറഞ്ഞെന്ന് ശ്രീകാന്ത് ചോദിച്ചു. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര എൻ്റെ ദൈവമേ ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഭയങ്കര കരച്ചിലും. ഞാനിത് എങ്ങനെ ഇത് സഹിക്കും, അയ്യോ ശ്രുതി മോളേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ ഇളയച്ചൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടന്ന് ഭയങ്കര കരച്ചിലിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് പറഞ്ഞിങ്ങനെ നോക്കുന്നുണ്ട്. രവിയേട്ടനും എന്തൊരു വിധിയായത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക. അപ്പോൾ സച്ചിയും രേവതി ഇങ്ങനെ നോക്കുവാണ്. ഈ പറഞ്ഞതൊന്നും സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് സച്ചി അന്നേരം പറഞ്ഞു. സച്ചി ഞാൻ ഇതിങ്ങനെ ഒരു കാര്യം കള്ളം പറയണമെന്ന് ചോദിച്ചു. ഒരു നല്ല മനുഷ്യനെയാണ് അവരെല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ മോളേന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പിന്നെയും കെട്ടിപ്പിടിക്കുക. ശ്രുതിക്ക് അന്നേരത്തേക്ക് ഇങ്ങനെ വിടിക്കാനുള്ളൊരിതാ. ഇനിയിപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഇപ്പം നിങ്ങളവിടെ വേണ്ടതല്ലേ എന്ന് ചോദിച്ചു രേവതി. അച്ഛൻ മരിച്ച കാര്യം ശ്രുതിയോട് വിളിച്ചു പറഞ്ഞാൽ പോരെ, എന്തിനാ ഇവിടേക്ക് തന്നെ വന്നത് എന്ന് രേവതി ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബീരാനിക്ക ഭയങ്കര കരച്ചിൽ അങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചു. അതിനെല്ലാം ഒരു കാരണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് കാരണമാണെന്ന് ചോദിക്കുക. അതൊരു കാരണം. അപ്പം ശ്രുതിയും എടാ നീ ശ്രുതിയും കൂട്ടി മലേഷ്യക്ക് പോ എന്ന് രവി ഏട്ടൻ പറഞ്ഞു. ഇതേ കിടക്കുന്ന ശ്രുതി അയ്യോ അവൾക്ക് അവളുടെ അച്ഛനെ അവസാനമായിട്ടൊന്ന് കാണണ്ടേ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ സച്ചി രവതി ഇങ്ങനെ നോക്കി നിൽക്കുക. ചന്ദ്രമതി അവിടെ നിന്ന് ഭയങ്കര കരച്ചില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അയ്യോ ഇനി എന്ത് ചെയ്യും അയ്യോ എന്നും പറഞ്ഞു എൻ്റെ അച്ഛൻ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ. അപ്പോഴത്തേക്കും ചന്ദ്ര എൻ്റെ ദൈവമേ എൻ്റെ മൂക്കിനി ആരുണ്ട്. ശ്രുതി മോൾക്ക് ഇനി അവളുടെ അച്ഛനെ കാണാൻ പറ്റത്തില്ല എന്നും അദ്ദേഹത്തിൻ്റെ സംസ്കാരം എല്ലാം കഴിഞ്ഞു എന്നും അദ്ദേഹം പറയുക. സംഭവം നടന്നിട്ട് 2 ആഴ്ചയോളം ആയെന്ന കാര്യവും ബീരാനിക്ക പറയുന്നു. 2 ആഴ്ചയോ? അയ്യോ എൻ്റെ ദൈവമേ എൻ്റെ അച്ഛൻ ജയിലിൽ വെച്ച് ഒരാൾ കൊല ചെയ്യപ്പെട്ടെന്ന് പുറലോകം അറിഞ്ഞ സർക്കാരിൻ്റെ സൽപ്പേര് പോകുമല്ലോ, അതുകൊണ്ട് അധികാരികൾ അത് മറച്ചു വെച്ചതാണെന്നുള്ള കാര്യം പറയാണ് നമ്മുടെ ബീരാനിക്ക. അപ്പോഴത്തേക്കും ശ്രുതി ഇടയ്ക്ക് ഇവരെ നോക്കുന്നുണ്ടാവും. അപ്പോൾ കരയുന്നുണ്ട്. എന്തൊക്കെ ജോലി ശ്രുതി ഒരേ സമയം ചെയ്താലാ. അങ്ങനെ നമ്മുടെ ശ്രുതി അവിടെ കിടന്ന് കരഞ്ഞു പോകുന്നു. എൻ്റെ ഏട്ടാ അപ്പം ഞങ്ങളെപ്പോലും അറിയിക്കാതെ ഞങ്ങളുടെ ഏട്ടിൻ്റെ സംസ്കാരം നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബീരാനിക്ക ഭയങ്കര കരച്ചിൽ. എന്നിട്ട് അവർ പറഞ്ഞുണ്ടാക്കി ഹാർട്ട് അറ്റാക്ക് വന്നാ മരിച്ചതെന്ന് ഏട്ടാന്നും പറഞ്ഞു. പിന്നെ അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ കാണണം, ഇപ്പം എനിക്ക് എൻ്റെ അച്ഛനെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി എനിക്ക് എൻ്റെ അച്ഛനെ കാണണം. അപ്പോഴത്തേക്കും നമ്മുടെ നീ എന്തിനാ ഇളയച്ചിനെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിയും കയറി പിടിച്ചു. ശ്രുതിയിൽ നിന്ന് മാരക അഭിനയം കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര അങ്ങോട്ടേക്ക് വന്നു. ശ്രുതിയൊക്കെ പിടിച്ച് തള്ളി എറിഞ്ഞിട്ട് നമ്മുടെ ശ്രുതി നിന്ന് അഭിനയിക്കുന്നു. അപ്പോഴത്തേക്കും ചന്ദ്രമതി മോളെ ശ്രുതി നീ ഇങ്ങനെ വയലൻ്റ് ആവല്ലേ മോളെ, ഇത് എന്താ ഇത്, നീ ഇങ്ങനെ തകരല്ലേ മോളെ, ഒന്നുമില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതിയെ സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ ചന്ദ്ര. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ കാണണം ആൻറ്റി, എനിക്ക് എൻ്റെ അച്ഛനെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ബോധം കെട്ട് വീഴുന്നു. ശ്രുതി ബോധം കെട്ട് വീണപ്പോഴത്തേക്ക് അയ്യോ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ, അമ്മ, ശ്രുതി, ശ്രീകാന്ത് എല്ലാവരും ഇങ്ങനെ വന്നു. ബോധം കെട്ട് അങ്ങനെ ഇരിക്കുക. എടാ വെള്ളം കൊണ്ടുപാടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ നോക്കുവാണ്. ഓ എന്തൊരു അഭിനയം ഇവരുടെ, ഇവള് സിനിമയിൽ അഭിനയിച്ചാലേ മികച്ച നടിക്കുള്ള ഓസ്കാർ തന്നെ ഇവൾക്ക് കിട്ടുമെന്ന് നമ്മുടെ ബീരാനിക്ക. മോളെ ശ്രുതിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബീരാനിക്ക അവിടെ നിൽക്കുക. ആ സമയത്ത് ശ്രീകാന്ത് ഓടിപ്പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നു. ശ്രുതിയുടെ മുഖത്ത് തളിച്ചപ്പോൾ ശ്രുതി പതുക്കെ കണ്ണൊക്കെ ഇങ്ങനെ തുറന്നു. എന്നിട്ട് കണ്ണൊക്കെ ഇങ്ങനെ തുറന്നിട്ട് 4 പാടൊക്കെ നോക്കിയിട്ട് അയ്യോ എൻ്റെ അച്ഛൻ
എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോകണം. അപ്പം ഞങ്ങളോട് എന്തിനാ ദൈവമേ ഈ ചതി ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് ഭൂലോക കരച്ചിലും കാര്യങ്ങളും. അപ്പോഴേക്കും എന്തേ നമ്മുടെ സച്ചിൻ രേവതി ഇങ്ങനെ നോക്കി നിൽക്കുക. ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ അവൾ മലേഷ്യയിൽ പോകണമെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ അവളെയും കൂട്ടി മലേഷ്യക്ക് ശ്രുതി നീയും കൂടെ പോകാൻ പറഞ്ഞു സച്ചി. അപ്പോൾ അതേ കിടക്കുന്നു അടുത്തത്. എൻ്റെ ഈശ്വര, മലേഷ്യയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കുക. അത് പിന്നെ ശ്രുതി മലേഷ്യയിൽ പോയാൽ ശ്രുതി അവരെന്തെങ്കിലും ചെയ്യുമെന്നുള്ള കാര്യം ബീരാനിക്ക പറയാം. അയ്യോ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ ശ്രുതി. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ കരച്ചിലിൻ്റെ ശബ്ദം ഇച്ചിരി കൂടി. ശ്രുതിയുടെ അച്ഛൻ്റെ സ്വത്തിന് വേണ്ടിയാണ് ശത്രുക്കൾ അദ്ദേഹത്തെ കൊന്നതെന്നുള്ള കാര്യം ബീരാനിക്ക പറയുക കേട്ടോ. സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ശ്രുതി അവിടെ ചെന്ന സ്വത്തുക്കളെല്ലാം ഇവളിലേക്ക് വരുമെന്ന് പേടിച്ച് അവരിവളെ കൊല്ലും എന്ന് നമ്മുടെ ബീരാനിക്ക പറയുന്നു. അപ്പോൾ ശ്രുതിക്ക് കിട്ടേണ്ട അവളുടെ അച്ഛൻ്റെ സ്വത്തുക്കളൊന്നും ഇനി കിട്ടത്തില്ലേ? അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ തലി പിടിക്കാം. ഇപ്പോഴും ഇവരുടെ മനസ്സിലിരിപ്പ് ഇതാ എന്ന് ശ്രുതി മനസ്സിൽ ചിന്തിക്കുന്നു. അച്ഛൻ ഒരു മനുഷ്യൻ മരിച്ചു, അതിൻ്റെ വിഷമമല്ല അമ്മയ്ക്ക്, സ്വത്ത് കിട്ടില്ലെന്നുള്ള വിഷമമാണ് എന്ന് സച്ചി അന്നേരം രവിയേട്ടനോട് പറഞ്ഞു. ചന്ദ്ര നീ എന്നതാ ഈ പറയുന്നതെന്ന് രവിയേട്ടൻ ചോദിക്കാം. ഈ സമയത്ത് ചോദിക്കേണ്ട ചോദ്യമാണോ ഇത്? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒന്ന് പോ, അവളാകെ തളർന്നിരിക്കുകയല്ലേ അവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതല്ല, നമ്മുടെ മരുമോൾക്ക് കിട്ടേണ്ടതൊക്കെ വന്ന് ചേരണ്ടേ എന്ന് ചന്ദ്രമതി ചോദിക്കുക. എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് തലക്കെട്ടടിക്കുമ്പോൾ ചേച്ചി അതെ അദ്ദേഹത്തിൻ്റെ സ്വത്തുവകകൾ വേറെ എവിടെയും പോകില്ല എന്നും അതൊക്കെ ശ്രുതിയുടെ കയ്യിൽ തന്നെ വന്ന് ചേരുമെന്നും ബീരാനിക്ക പറയുക. അപ്പോഴാണ് ചന്ദ്രയ്ക്ക് ശ്വാസം നേരെ വീണത്. ഇയാളെ ഞാനെന്നും പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ അവിടെ ഇരിക്കുക. എന്നിട്ട് ഭയങ്കര കരച്ചിൽ. എൻ്റെ അച്ഛൻ പോയേന്നും പറഞ്ഞു ശ്രുതി. ഇനി എന്തിനാ എനിക്ക് സ്വത്ത്? അയ്യോ എൻ്റെ അച്ഛൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി കരയുമ്പോൾ അയ്യോ മോളെ അങ്ങനെയൊന്നും പറയല്ലേ മോളെ, നമുക്ക് അവകാശപ്പെട്ടതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ വരണം, അത് വേണ്ടെന്ന് പറയല്ലേ നീ. ശ്രുതി അമ്മ പറഞ്ഞു ശരിയാ, അതെല്ലാം നിനക്കുള്ളതാ, അതോർത്ത് നീ വിഷമിക്കണ്ട, അതെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ വരും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു, നമുക്കുണ്ടായ നഷ്ടം അത് വലുതാണ് മോളെ, അതൊരിക്കലും നമുക്ക് നികത്താൻ കഴിയില്ല എന്നറിയാം, എന്ത് ചെയ്യാം, സഹിച്ചല്ലേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ബീരാനിക്ക് അന്നേരം അവിടെ നിന്ന് പറയാം. സച്ചിക്ക് ഇതൊക്കെ കേട്ടിട്ട് മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇങ്ങനെ നിന്നെ കണ്ടു നിൽക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ലെന്നും ഞാൻ പോവുകയാണെന്നും പറഞ്ഞ അദ്ദേഹം. ഞാൻ പിന്നെ വരാം എന്നും പറഞ്ഞ് അദ്ദേഹം പോകുമ്പോഴേക്കും അയ്യോ അത് എന്താ ഇങ്ങനെ പെട്ടെന്ന് പോണേ, നിങ്ങളിവിടെ നിന്നാൽ ശ്രുതി നമ്മൾക്കൊരു ആശ്വാസം ആവത്തില്ലേ എന്നൊക്കെ ചോദിച്ചു അച്ഛൻ. അല്ല എനിക്ക് പോകണം, ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്, അപ്പോൾ ഇന്ന് വിറ്റ് തീർത്ത് നാളത്തേക്ക് അത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. വിറ്റ് തീർക്കാനോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അല്ല നിങ്ങളെന്താ വിറ്റ് തീർക്കുന്ന കാര്യമൊക്കെ പറഞ്ഞേ? ഞാനോ ഇപ്പം പറഞ്ഞല്ലോ എന്ന് രവിയേട്ടനും പറഞ്ഞു. ഞാൻ പറഞ്ഞു, മനസ്സിൽ കുറ്റബോധം തോന്നിയാൽ കുറ്റബോധമോ അല്ല, മനസ്സിൽ വേദന ഉണ്ടായാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായി പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നൊക്കെ വിറ്റാലെന്ത് വിറ്റില്ലെങ്കിൽ ഞാൻ മംഗലാപുരത്തേക്ക് പോവുകയാണെന്നും മലേഷ്യയിലേക്ക് ഇനി ഇല്ല എന്നും അവിടെ പോയാലേ അവരെന്നെ കൊല്ലുമെന്ന് ബീരാനിക്ക. അയ്യോ പോവല്ലേ, അപ്പം എൻ്റെ ശ്രുതിമോൾക്ക് ആരും ഇല്ലാതായി പോകും ശ്രുതിമോളെ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഭയങ്കര കരച്ചില് ബീരാനിക്ക. ഇതൊക്കെ കണ്ടിട്ട് സച്ചിക്കും രേവതിക്കും തല പെരുത്ത് വരുവാണ്. ആ സമയത്ത് അച്ഛനും അമ്മയും ഇല്ലാത്ത മോളാ, ഇനി അവൾക്ക് നിങ്ങളൊക്കെ ഉള്ളൂ, നന്നായി നോക്കണേ അവളെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എണീക്കും മോളെ എഴുന്നേക്കും മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇപ്പോഴേ സ്നേഹം തുടങ്ങി. അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ, ഞങ്ങളല്ലേ ഇവൾക്കുള്ളത്, സ്വന്തം മകളെ പോലെ ഞങ്ങൾ അവളെ നോക്കുമെന്ന് രവിയേട്ടൻ. അപ്പോൾ ഇളയച്ചാന്ന് പറഞ്ഞ ശ്രുതി പിന്നെയും ചെല്ലുന്നു. എൻ്റെ മോൾക്ക് ഇളയച്ചനില്ലേ എന്നും പറഞ്ഞിങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ആണെങ്കിൽ അയ്യോ ഇങ്ങനെ വിടിയിക്കാൻ നോക്കുക. എന്നിട്ട് പതുക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ ഞൊള്ളിപ്പറിച്ചു. അപ്പോഴത്തേക്ക് എന്നും പറഞ്ഞിട്ട് ഒറ്റ കരച്ചിൽ അദ്ദേഹം. ആ സമയത്ത് ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ എന്നും പറഞ്ഞിട്ട് അത് കരച്ചിലാക്കി മാറ്റി. അപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ അദ്ദേഹത്തിൻ്റെ കാലേലും ശ്രുതി കയറി ചവിട്ടി. ഇതൊക്കെ ഇങ്ങനെ ഇവർ ശ്രദ്ധിക്കാം. ഇനി ഇവിടെ നിന്നാലേ ശരിയാകത്തില്ല, ഇനിയും വേദനിക്കേണ്ടി വരും, ഞാൻ പോവാ, ഇളയച്ചൻ പോട്ടെ, വിട്ടോളാൻ ഇങ്ങനെ കണ്ണുകൊണ്ട് ശ്രുതിമോള് കാണിക്കും. ചട്ടി അദ്ദേഹം എന്നിട്ട് അവിടുന്ന് പോവുകയാണ്. ഇങ്ങോട്ട് മാറിയിട്ട് വലിയ ചിരിയൊക്കെ ചിരിച്ച് അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി വന്ന് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഇവൾക്ക് വേണ്ടി അഭിനയിച്ച ഞാൻ വലിയൊരു നടനായി, എന്താ പെർഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം നിന്ന് പ്രകൃതിയിട്ട് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അദ്ദേഹം അങ്ങ് പോകണമെന്ന് നോക്കി സച്ചിയൊക്കെ നിൽക്കുന്നതും കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.